പ്രിയമുള്ളവരെ, വചനജ്വാല 1496 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 5 ഞായറാഴ്ച ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ആദരണീയർ, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തത് നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നര ചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10ാമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, വാക്കിൽ തന്നേക്കാൾ താഴ്ന്നവനെ ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ദൈവകാരുണ്യത്തിൻ്റെ പ്രവാചകയും പ്രേക്ഷിതയുമായ വിശുദ്ധ ഫൗസ്തീനായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പോളണ്ടിലെ ലോഡ്സ് പ്രവിശ്യയിലുള്ള ഗ്ലോഗോവിസ് എന്ന ചെറിയ ഗ്രാമത്തിൽ സ്തനിസ്ലാവോസ് കൊൾവാക്യുസിയുടെയും മരിയാന ബാബലിന്റെയും 3ാമത്തെ മകളായി 1901 ആഗസ്റ്റ് 25 ഹെലൻ ജനിച്ചു. നല്ലവരായ മാതാപിതാക്കൾ ദരിദ്രരും വിദ്യാരഹിതരായിരുന്നു എങ്കിലും ഉത്തമ മാതൃക നൽകി അവളെ ക്രൈസ്തവ ജീവിതത്തിൽ വളർത്തി. 5 വയസ്സുള്ളപ്പോൾ ദേവമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന സ്വപ്നം അവൾക്കുണ്ടായി. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും പോളണ്ടിൽ റഷ്യൻ അധിനിവേശം ഉണ്ടായതിനാൽ സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നു. 15 വയസ്സായപ്പോൾ ഉപജീവനത്തിന് തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് വേണ്ടി ഹെലൻ ചില വീടുകളിൽ പോയി ജോലി തുടങ്ങി. ഈ കാലയളവിൽ ഉള്ളിൽ നിന്നൊരു സ്വരം നിരന്തരം തന്നോട് പറയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഈ ലോകത്തെ ഉപേക്ഷിച്ച് മഠത്തിൽ ചേരുക. മാതാപിതാക്കളെ എതിർപ്പുകളെ മറികടന്ന് സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ അവൾ തീരുമാനിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ഒരു നാൾ തൻ്റെ ബാഗുമെടുത്ത് അവൾ വാഴ്സയിലേക്ക് പോയി. വാഴ്സായിൽ നിരവധി മഠങ്ങളിൽ അവൾ അഭ്യർത്ഥന നടത്തിയെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തെയും
വീട്ടുകാരി എന്ന അവസ്ഥയെയും കരുതി അവൾക്ക് പ്രവേശനം ലഭിച്ചില്ല. ഒടുവിൽ 1925 ഓഗസ്റ്റ് 1-ാം തീയതി കാരുണ്യമാതാവിന്റെ മഠത്തിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. മഠത്തിലെ എല്ലാ ജോലികളിലും സന്തോഷത്തോടെ അവൾ വ്യാപൃതയായി. 1926 ഏപ്രിൽ 30-ന് സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമത്തിൽ അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. 1928 ഏപ്രിൽ 30-ന് അവൾ വ്രതവാഗ്ദാനം നടത്തി. ഈ അവസരത്തിൽ തന്റെ ആഗ്രഹം അവൾ കർത്താവിനോട് പറഞ്ഞു. ഏറ്റവും അടുത്തിടപെടുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ശക്തമായൊരു സ്നേഹത്താൽ നാഥന് വേണ്ടി സ്വയം ശൂന്യയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായി തീർന്നു എന്നത് അവൾ അറിഞ്ഞില്ല. അവളെ മഠത്തിൽ അർത്തിനിയായി സ്വീകരിച്ച മദർ മൈക്കിൾ മൊറാക്സുവെക്സോ സന്യാസ സഭയുടെ ആ വർഷങ്ങളിലേക്കുള്ള സുപ്പീരിയർ ജനറലായി തീർന്നു. ഈ മദറായിരുന്നു ഫൗസ്റ്റീനായുടെ സന്യാസ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമായി തീരുന്നത്. 1931 22-ാം തീയതി ഫൗസ്റ്റീനയ്ക്ക് മനുഷ്യകുലത്തോടുള്ള ദൈവകാരുണ്യത്തിന്റെ വെളിപാടുകളുടെ ആരംഭം തുടങ്ങി. വിശുദ്ധയുടെ വാക്കുകളിൽ, എൻ്റെ മുറിയിൽ സന്ധ്യാസമയത്ത് വെള്ള വസ്ത്രം ധരിച്ച ഈശോനാഥൻ പ്രത്യക്ഷപ്പെട്ടു. വലതുകൈ അനുഗ്രഹിക്കുന്ന ഭാവത്തിലും ഇടതുകരം ഹൃദയഭാഗത്തെ തൊട്ടുകൊണ്ടും നിൽക്കുന്ന ഈശോ. ഹൃദയഭാഗത്തു നിന്നും ചുവന്നതും വെളുത്തതുമായ 2 പ്രകാശധാരകൾ താഴേക്ക് ഒഴുകിയിറങ്ങുന്നു. നിശബ്ദയായി ഞാൻ കർത്താവിനെ നോക്കി നിന്നു. വലിയ ഭയഭക്തി ബഹുമാനം എന്നിൽ നിറഞ്ഞു, അതുപോലെ ആനന്ദവും. അല്പം കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കണ്ട വിധത്തിൽ ചിത്രം വരപ്പിക്കുക. അടിയിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ആലേഖനം ചെയ്യുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ കപ്പേളയിലും പിന്നീട് ലോകം മുഴുവനും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് നശിക്കുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ ആത്മാവ് തൻ്റെ ശത്രുക്കളുടെ മേൽ പ്രത്യേകിച്ച് മരണനേരത്ത് വിജയം വരിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ മഹത്വമായി ഞാൻ നിന്നെ ആത്മാവിനെ രക്ഷിക്കും. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച ദൈവകാരുണ്യത്തിന്റെ തിരുനാളായി ആചരിക്കപ്പെടണമെന്നും യേശുനാഥൻ ഫൗസ്റ്റീനയ്ക്ക് സന്ദേശം നൽകി. 1933 മെയ് 1-ന് നിത്യ വ്രതവാഗ്ദാനം നടത്തിയ സിസ്റ്റർ ഫൗസ്റ്റീന ദിവ്യഗുരുവിന്റെ ആഗ്രഹമനുസരിച്ച് മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി അവൾ തൻ്റെ സഹനങ്ങളെ സമർപ്പിച്ചു. തന്നെ സമീപിക്കുന്നവർക്ക് അനുദിനം ദൈവകാരുണ്യത്തിന്റെ സംവാഹയായിക്കൊണ്ടും സഹജീവികളിലേക്ക് ആനന്ദവും സമാധാനവും പകർന്നുകൊണ്ടും ദൈവകാരുണ്യത്തെക്കുറിച്ച് രചനകൾ തയ്യാറാക്കിയും ഫൗസ്റ്റീന ലോകത്തെ കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുക്കി. ദർശനങ്ങളുടെ ആധിക്യവും അനാരോഗ്യവും മൂലം ക്ഷീണിതയായ ഫൗസ്റ്റീന 1938 ഒക്ടോബർ 5-ന് ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. പോളണ്ടിലെ ക്രാക്കോവിലുള്ള ദൈവകാരുണ്യത്തിന്റെ ബസിലിക്കയിൽ അവളുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നു. പോളണ്ടിൽ നിന്ന് തന്നെയുള്ള വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മഹാജൂബിലി വർഷത്തിൽ 2000 ഏപ്രിൽ 30-ന് അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ദൈവകാരുണ്യത്തെ പ്രവാഹത്താൽ മനുഷ്യ ഹൃദയത്തെ വിമലീകരിച്ച് വിശുദ്ധമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കാരുണ്യത്തിന്റെ പ്രവാചികയാണ് വിശുദ്ധ ഫൗസ്റ്റീന.
പ്രിയമുള്ളവരെ, ഇന്നു തന്നെ ധീര രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസിഡും കൂട്ടരും ഇവരെയും നാം അനുസ്മരിക്കുന്നു. വിശുദ്ധ പ്ലാസിഡും കൂട്ടരും രക്തസാക്ഷികളായ ഇരുവരെയും ഒപ്പം ദൈവകാരുണ്യത്തിന്റെ പ്രവാചികയും പ്രേക്ഷിതയുമായ വിശുദ്ധ ഫൗസ്തീനായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.